ഈ പുതിയ കാലത്തിൻ്റെ കൗമാരം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും സവിശേഷമായി വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ ആ മാതാപിതാക്കളുടെ കണ്ണുകളിലൂടെ ലോകം കാണാനോ അവരുടെ നൊസ്റ്റു ചിന്തകളിലൂടെ സഞ്ചരിക്കാനോ സാധ്യമല്ലാത്ത ഒരു ചിന്തകളുടെ ലോകത്തുകൂടിയാണ് ഈ പുതിയ തലമുറ സഞ്ചരിക്കുന്നത്. ഒരുപാട് ദോഷങ്ങളൊക്കെ അതിന് പലരും പറയുന്നുണ്ടെങ്കിലും അവരുടെ മാർഗങ്ങളിൽ അവർ വളരെ കോൺഫിഡൻ്റാണ്. അവരിൽ കുറച്ചു പേരൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ ഉള്ള വഴികേടിലേക്കോ അത്തരം കാര്യങ്ങളിലേക്കോ സഞ്ചരിക്കുന്നു എന്ന കാരണം വെച്ച് ഒരു തലമുറയെ മുഴുവൻ അത്തരത്തിൽ കാണുന്നതിൽ കാര്യമില്ല. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടെ പറയാറുണ്ടല്ലോ, അവർ നമ്മുടെ ഫ്യൂച്ചറാണ്, നിങ്ങൾ ഭൂതകാലവും. അതുകൊണ്ട് ഭൂതകാലം ഭാവി കാലത്തോട് ഇടപെടുന്നത് വളരെ ശ്രദ്ധയോടെ വേണം. നിങ്ങളുടെ ഭൂതകാല ന്യായങ്ങളൊന്നും അവിടെ വിറ്റഴിക്കപ്പെടില്ല. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മോഹൻലാലിൻ്റെ മകൾ വിസ്മയയുടെ ഒരു അഭിമുഖം കാണുകയുണ്ടായി. ആ കുട്ടി എത്ര സ്വതസിദ്ധമായ രീതിയിൽ സ്വാഭാവികതയോടെ വിഷയങ്ങളെ പ്രതികരിക്കുന്നു, അതിൽ മറുപടി പറയുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ശൈലിയുടെ, അവർ രൂപപ്പെട്ടു വരുന്ന ഒരു ചിന്തയുടെ ഭാഗമാണ് എന്നതാണ് സത്യം. നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരു ഭൂതകാലത്തിൻ്റെ തലമുറകളെക്കാളൊക്കെ കുറച്ചുകൂടി കരുതലും ശ്രദ്ധയുമൊക്കെ പല കാര്യത്തിലും ഈ പറയുന്ന ഭാവി കാലത്തിൻ്റെ വാഗ്ദാനങ്ങളായ ഈ ജെൻസി കൂട്ടങ്ങൾക്കുണ്ട് എന്ന് തോന്നിപ്പോവും. സംഗതി രക്തബന്ധത്തിന് വിലയുണ്ട്, സ്നേഹബന്ധത്തിന് വിലയുണ്ട്, അതിൻ്റെ ആഴമുണ്ട്, അങ്ങനെയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഒരു കാലത്ത് എല്ലാവരും കൂടിയിരുന്നുള്ള കല്യാണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ എന്തായിരുന്നു പഴയ കഥയെന്ന് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. ഞാൻ ആ കഥയിലേക്ക് പോകാനല്ല ഉദ്ദേശിച്ചത്. ഈ വിസ്മയ മോഹൻലാൽ പറഞ്ഞതാണ്, അച്ഛൻ ഞങ്ങളെ വളർത്തിയത് സ്വതന്ത്രരായി, വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പിന്തുണച്ചതിൽ ആരുമൊന്നും ചോദിച്ചിട്ടേയില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് വിസ്മയ മോഹൻലാൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ആ നിലപാട് വലിയ ചർച്ചയായി, സൈബർ അറ്റാക്ക് ഉണ്ടായി, അതുപോലെ തന്നെ മറ്റു പല സംഗതികളും ഉണ്ടായി. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും ഒരു നിലപാട് സ്വീകരിച്ചു. ആ സ്വീകരിച്ച നിലപാട് അവരവരുടെ പിതാക്കന്മാർ തുടരുന്ന തന്ത്രപരമോ രാഷ്ട്രീയപരമോ ആയ നിലപാടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ നിലപാടുകളിലൂടെ സഞ്ചരിച്ചതിനെയാണ് നമ്മുടെ മേജർ രവിയണ്ണനൊക്കെ അതിൻ്റെ വ്യാഖ്യാനങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ നിഷ്കളങ്കതയും അല്ലെങ്കിൽ ആ ഭാവങ്ങളും കരയുന്ന കാര്യവും ഒക്കെ പറഞ്ഞത്. പക്ഷേ കരയുന്ന ഭാവങ്ങൾക്കപ്പുറത്ത് വളരെ കൂൾ ആൻഡ് കംഫർട്ടബിളായി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന വിസ്മയ മോഹൻലാലിനെയാണ് ഞാൻ ആ അഭിമുഖത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം അത്ര ഭംഗിയോടെ ആ കുട്ടിയുടെ നിലപാടുകൾ പറയുന്നു, ആ കുട്ടിയുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ജെൻസി തലമുറയിലെ ഒരുപാട് കുട്ടികൾ ഈ ഭൂതകാലത്തിൻ്റെ ചിന്തകളും വിഴുപ്പുഭാണ്ഡവും ആ നൊസ്റ്റുവും ഒന്നും പേറാതെ വളരെ സ്വതന്ത്രരായി ഭാവി കാലത്തേക്ക് നോക്കുന്നതിന് ഒരു ഭംഗിയുണ്ട് എന്ന് തോന്നിപ്പോയി.